കൊല്ലം പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളെയും മരിച്ച ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല നടത്തിയത് മോഷണത്തിനായെന്നുമാണ് സ്ഥിരീകരണ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു 13-കാരി അടക്കം, അതും കൗമാരക്കാരായ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘം, അവർ കൊലപാതകം നടത്തുന്നു, ഒരു വയോധികനെ കൊലപ്പെടുത്തുന്നു. അതും ഈ പണത്തിന് വേണ്ടിയാണ് അവർ ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്നുകൂടി പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരവസ്ഥയാണ്. മറ്റു വിശദാംശങ്ങൾ സുധീഷ്. ഇത് വളരെ ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതും മോഷണം നടത്തിയതും എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കരുവറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശിയായ ശിവൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകം നടക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ്. ശിവൻകുട്ടിയുടെ ഭാര്യയും മകളും പ്രസവ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. ഈ സമയത്ത് ശിവൻകുട്ടി മാത്രമാണ് വീട്ടിലുള്ളത്. ഈ സമയം കൊലപാതകത്തിനും മോഷണത്തിനുമായി ഈ സംഘം തെരഞ്ഞെടുക്കുകയായിരുന്നു. കൊല്ലം പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികൾ, അവർക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ ശിവൻകുട്ടിയുടെ ബന്ധുവും കൊല്ലത്തായിരുന്നു നേരത്തെ താമസം. അന്ന് പരിചയമുള്ള അടുപ്പമുള്ള ഈ ആൺ സുഹൃത്തിനോട് ഇവിടെ സ്വർണം ഉണ്ട് എന്ന വിവരം പെൺകുട്ടി കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു മോഷണത്തിന് പദ്ധതി തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊല്ലത്തു നിന്നും കരുവറ്റയിലെത്തിയാണ് കൊലപാതകം നടത്തുന്നത്. കൊലപാതകം നടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ കാണിച്ചു നൽകി. പെൺകുട്ടിക്ക് ഈ ശിവൻകുട്ടിയുമായി വൈരാഗ്യമുണ്ടെന്ന് കൂടിയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ മോഷണം നടത്തുക, അത് സ്വർണം ഉപയോഗിച്ചുകൊണ്ട്, സ്വർണം വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് ഐഫോൺ വാങ്ങുക, അതോടൊപ്പം ഈ ആൺ സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങുക എന്നീ ലക്ഷ്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. ഇന്നലെ പകലൊക്കെ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടിയിൽ നിന്നും ഒരു വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ രാത്രിയിൽ വനിതാ സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിലുമാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ പരവൂരിലെത്തി ഈ 17 വയസ്സുള്ള വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെയും ഹരിപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി സ്വർണം വീണ്ടെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ജുവനൈൽ നിയമപ്രകാരം ആവും കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ നമുക്കും ഇതിൽ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നതിനും ദൃശ്യങ്ങൾ കാണിക്കുന്നതിനും എല്ലാം പരിമിതിയുണ്ട്. എന്നാൽ ആരെയും അവിശ്വസനീയമെന്ന് തോന്നുന്ന രീതിയിൽ വളരെ ആസൂത്രിതമായാണ് കൊല നടത്തിയത്. അത് ഏതാണ്ട് ഈ കൊലപാതകം അറിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ കണ്ടെത്താനായി എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമാണ്. പ്രജിത്ത്. ഓക്കെ, സുധീഷാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വളരെ ഞെട്ടിക്കുന്നതാണ്. ഒരു 13 വയസ്സുകാരി, ബാക്കിയുള്ളവർ 17 വയസ്സുള്ളവർ, അവർ സംഘം ചേർന്ന് ആസൂത്രിതമായൊരു കൊലപാതകം നടത്തുന്നു. അതും മൊബൈൽ ഫോണും ബൈക്കും വാങ്ങാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി.